പലപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആയി എന്നുള്ള. ഇൻഷുറൻസ് കമ്പനി എന്നെ പറ്റിച്ചു. ഏറ്റവും ആദ്യം അവർ പറയുന്നൊരു കാര്യമാണ് ഇൻഷുറൻസ് കമ്പനി എന്നെ പറ്റിച്ചു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് കമ്പനി പറ്റിച്ചത് എന്ന് ചോദിച്ചു വരുമ്പോൾ അവർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സിസ്റ്റിംഗ് പല അസുഖങ്ങളും ഉണ്ടാവാം. ആ അസുഖങ്ങൾ ഇൻഷുറൻസിൽ രേഖപ്പെടുത്താത്തത് കൊണ്ടായിരിക്കും അവരുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, ഇതെന്താണ് ഇൻഷുറൻസിൽ രേഖപ്പെടുത്തായിരുന്നത്? എൻ്റെ അടുത്ത് ആരും ചോദിച്ചില്ല. ഞാൻ ഓൺലൈനിലാണ് എടുത്തത്. പിന്നെ ഇതൊക്കെ പഴയ രോഗമല്ലേ, ഇതൊക്കെ എനിക്ക് നേരത്തെ പണ്ടെങ്ങാണ്ടും വന്ന രോഗമല്ലേ, ഇതൊക്കെ ഞാൻ രേഖപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇത് ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് പോകേണ്ട അത്യാവശ്യമുണ്ട്. ഇനിയിപ്പോൾ പണ്ട് വന്ന അസുഖമല്ലേ എന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തോ ഇതെല്ലാം നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിന് ഒരു ടെലിമെഡിക്കൽ ഉണ്ടാവും. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് മെഡിക്കൽ ചെക്കപ്പും ഉണ്ടാവും. ആ ടെലിമെഡിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇനി അവർ ചോദിക്കാത്തതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് നമ്മളുടെ ലൈഫിലുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ക്ലെയിം കിട്ടാനായിട്ട് ഇത് ഉപകാരമായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മറച്ചു വെക്കുകയും പിന്നീട് ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളത് തുറന്നു പറയുകയും ചെയ്യുകയാണെങ്കിൽ സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പോളിസി വരെ ക്യാൻസൽ ചെയ്ത് കളയാനും ഇൻഷുറൻസ് കമ്പനിക്ക് അധികാരമുണ്ട്. ഇനി ചില ഏജൻസ് ഉണ്ട്, അവർ അത് കാണിക്കേണ്ട, അത് കാണിച്ചു കഴിഞ്ഞാൽ പോളിസി കിട്ടില്ല എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുക. കാരണം അത് കാണിച്ചാൽ പോളിസി കിട്ടില്ലെങ്കിൽ പോളിസി കിട്ടണ്ട, നമ്മുടെ പൈസ അത്രയും ലാഭമല്ലേ അല്ലേ. ഇനി അത് കാണിച്ചിട്ട് പോളിസി കിട്ടാതിരിക്കുകയെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കാണിച്ചില്ലെങ്കിൽ നാളെ ഒരു ക്ലെയിമും കിട്ടില്ല എന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് പോളിസി കിട്ടാൻ എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അത് കാണിക്കേണ്ട എന്ന് നമ്മുടെ ഏജൻറ്റ് പറയുന്നത്. അപ്പോൾ അത്തരം രോഗങ്ങൾ കാണിച്ചിരിക്കണം. അങ്ങനെ പറയുന്ന ഏജൻസുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വളരെ ജെന്യുവനായിട്ട് പോളിസി എടുത്ത് തരുന്ന ഒരു ഏജൻറ്റുമായിട്ട് മാത്രം അസോസിയേറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് രോഗങ്ങളെല്ലാം കാണിച്ച് അതെല്ലാം നമ്മുടെ പോളിസിയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രം പോളിസി എടുക്കുക.